പിന്നെ ചുവപ്പും കറുപ്പും ഒക്കെ അതുമായി ബന്ധമുണ്ട്. പിന്നെ അടുത്താണ് ഇപ്പോൾ ചിരട്ട. പലരും ചോദിക്കും ചണ്ടാളുടെ ചിരട്ടയൊക്കെ പോയോ എന്നുള്ളത്. ഈ മാല നമ്മൾ ഊരി വെച്ചാലും ചിരട്ട പോയിട്ടില്ല. നമ്മുടെ ഉള്ളിൽ ആശ്രമത്തിലൊരു സിസ്റ്റമാണത്. ആശ്രമത്തിൽ കൃത്യമായി ഉപാസന ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അകത്തൊരു കറുത്ത ചിരട്ടിൽ ഒരു ചിരട്ടയുണ്ട്, പുറത്ത് കാണുന്നില്ല എന്നുള്ളൂ. ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ചിരട്ടയുണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് ഡ്രസ്സ് ഉപയോഗിച്ചാലും ഇതിട്ടില്ലെങ്കിൽ പോലും അതുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആശ്രമത്തിൻ്റെ ഒരു കാര്യമായിട്ട് ഇറങ്ങുമ്പോൾ മാത്രം ഇത് പുറത്ത് വരുമ്പോൾ ചിരട്ടുണ്ട്. ചിരട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തന്നെ കേര കപാലം എന്നാണ് പറയുക. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഈ ദേവന്മാർ നോക്കുന്നത് മഹാദേവൻ തന്നെ, ശിവൻ തന്നെ കപാലവുമായി നടക്കുന്ന ദേവനാണ്. കാളി കപാലമായിട്ട് നടക്കുന്നത്, തലയോടുമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കേരളത്തിൽ തലയോട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. നിയമങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അതിന് പകരം നമുക്ക് വെച്ചാൽ ആമത്തോട് ഉപയോഗിച്ചിരുന്നു. ആമത്തോടും ഇപ്പോൾ ചെറിയ വിവാദമാകൊണ്ട് ആമത്തോടും നിയമപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ആമത്തോട് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വേടൻ്റെ മറ്റേ നഖം പോലെയൊക്കെ ആവും, ചിലപ്പോൾ പുലി നഖം പോലെയൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ വിഷയം. പിന്നെ ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെയാണ് തന്ത്രശാസ്ത്രം. കേര കപാലം, ചിരട്ട, തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ തലയുമായി അതായത് ശബരിമലയ്ക്കൊക്കെ തേങ്ങ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേര കപാലം, ഇത് കപാല. അപ്പോൾ എന്താണ്? ശിരസ്, നമ്മൾ ഈ ബ്രെയിനിനെ മൂടിയിട്ടുള്ളതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ട് ബുദ്ധിയുമായി റിലേറ്റഡ് ആണ്. ബുദ്ധിയെ മൂടി വയ്ക്കുന്ന, ബുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരാശയം, ഒരു സിംബോളാണ് സത്യത്തിൽ കപാലം. അപ്പോൾ അത് ചിരട്ട കഴുത്തിലാണ് കെട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശിരസിൽ തന്ത്രശാസ്ത്രം പാടേണ്ട ഓൾറെഡി 51 അക്ഷരങ്ങൾ, ദശാവർത്തി സഹസ്രാവർത്തി എന്നൊക്കെ പറയും. ഇങ്ങനെ ആവർത്തിക്കും. പക്ഷേ അക്ഷരങ്ങളും ജ്ഞാനം ഇരിക്കുന്നത് ഇവിടെയാണ്. അതിവിടെ വരുമ്പോൾ എന്തായി? വിശുദ്ധിയിലിരിക്കുമ്പോൾ വിശുദ്ധി ചക്രം ജ്ഞാനത്തിൻ്റെ ഇവിടെ നിന്നാണല്ലോ ശബ്ദം വാക്കുകളൊക്കെ വരുമ്പോൾ. സോ ഇവിടെ ജ്ഞാനത്തെ കണ്ടത്തിൽ കൊണ്ടു നടക്കുന്നവർ എന്ന അർത്ഥത്തിൽ നമ്മളല്ല. കേരളത്തെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ ചണ്ടാളർ എന്നൊരു സമൂഹത്തെ വിളിച്ചിരുന്നു. എനിക്ക് ശരിക്കും അത് തെറ്റാണ്, ആ വിളി തെറ്റാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സമൂഹത്തിലുള്ള ആളുകൾക്ക് അടയാളം പറഞ്ഞത് പോലും കഴുത്തിൽ ചിരട്ട കെട്ടണം എന്നൊക്കെയായിരുന്നു. എന്തിനറിയാണ്ട് തുപ്പിക്കോളാനൊക്കെ പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും പോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൻ്റെ അർത്ഥം ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. രുദ്രാക്ഷം മഹത്വം കാണുമ്പോൾ ചിരട്ട കാണാത്തതിന് കാരണം മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് പോലും തേങ്ങയുടെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിരട്ട ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളൊരു സാധനമാണ്. നമ്മളത് കിട്ടുന്ന സമയത്ത് വിലയില്ല, ഇപ്പോൾ വിലയുണ്ട്. മാർക്കറ്റിലെല്ലാം വിലയുള്ളൊരു സാധനം ചിരട്ട. ഇനി കയ്യിലൊക്കെ ഉണ്ട്, എന്നാൽ പോലും ചിരട്ടയുടെ വെള്ളയാണ് ആകെ പോട്ടെ. ഇതാണ് വടി. ഈ വടി എന്താ വെച്ചാൽ ഇതിൽ 1, 2, 3, 4, 5, 6 കെട്ടാണുള്ളത്. നമ്മൾ സാധാരണ സന്ധ്യാനേരത്ത് അമ്മമാരൊക്കെ ഒരു കാലത്ത് ഉണ്ടോ നമുക്കറിയില്ല, എന്തെങ്കിലും വേണം. അവർ പറയും പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും, അല്ലേ? അപ്പം എന്താ വെച്ചാൽ ഭഗവാനെ കാണുന്ന ഈ 6 കിടക്കണം. ക്ഷേത്രങ്ങളുമായി പറഞ്ഞിട്ട് നമ്മൾ ഷഡാധാരങ്ങളെ പറയും. അപ്പോൾ സാധാരണ തന്ത്രശാസ്ത്ര മൂലാധാരം തൊട്ടിട്ട് ശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആജ്ഞ വരെയാണെങ്കിലും കൂട്ടാം. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പുലാധാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുലാധാരം, നീരാധാരം, തീയാധാരം, പറാധാരം, പിന്നെ അതുപോലെ തന്നെയാണ് പൂവാധാരം വന്നു, പിന്നെ കരിയാധാരം, ആജ്ഞാചക്രം. ഇതിൻ്റെ അപ്പുറമാണ് ബോധമണ്ഡലം. അപ്പോൾ ഈ 6 ആധാരങ്ങളെയും ചലിപ്പിച്ച് 7ാമത്തെ പരമ്പൊരുളിനെ അറിയുന്ന ആളുകൾ മലയാള ക്രമത്തിൽ പറയുക ഗുരുവിലേറ്റം ഗുരു ഏതേത് ഗുരുവാണ്, ഗുരുവിലേറ്റം ഗുരു 7ാം പരമ്പൊരുളും ചൊല്ലിത്തന്ന ഗുരുവാണ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഗുരു ആരാഴ്ച 7ാം പരമ്പൊരുളും ചൊല്ലിത്തന്ന ഗുരുവാണ്. 7ാം പരമ്പൊരുൾ ചൊല്ലി കിട്ടിയിട്ടുള്ള ആ അപ്പോൾ ആ 7ാം പരമ്പൊരുൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഗുരുവായി. ആ ഗുരു ആവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇങ്ങനത്തെ ദണ്ഡുകൾ കൊടുത്ത് അവർക്ക് അധികാരം വയ്ക്കും. ബ്രാഹ്മണ വർണ്ണാശ്രമധർമ്മത്തിൽ ബ്രാഹ്മണ ത്രൈവർണികളുടെ അടയാളം പൂണൂലാണ്. സന്യാസിയാണെങ്കിൽ ശിഖയും പൂണൂലും പോയിട്ടുണ്ടാവും. ഇത് പറഞ്ഞ പോലെ ആദ്യ സമ്പ്രദായത്തിൽ മുത്തപ്പൻ മുക്തി നേടിയ ആൾക്ക് 7ാം പരമ്പൊരുൾ ലഭിക്കുന്നതോടുകൂടി അയാൾ ഫ്രീഡം വന്നു, അയാൾക്ക് സ്വതന്ത്രനാക്കി അയാളെ പുക്കോൾക്കൊടി വിച്ഛേദിച്ച പോലെയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അടയാളത്തിൻ്റെ ഭാഗമായിട്ട് ആ ആദ്യ സമ്പ്രദായത്തിൽ മുക്തി നേടി അല്ലെങ്കിൽ മുക്തിയുടെ അധികാരം കിട്ടിയിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അധികാരം കിട്ടിയിട്ടുള്ള ആളെന്ന അർത്ഥത്തിൽ അടയാളമാണ്. സാധാരണ സിനിമയിലൊക്കെ മന്ത്രവാദിയുടെ വടി അറിയും. അതെന്താ വെച്ചാൽ പൂണൂലിട്ടിട്ടുണ്ടല്ലേ മറ്റൊരു പൂജിക്കുക. അപ്പോൾ വെച്ചാൽ ഇതൊരു അടയാളാണെന്ന് മാത്രം. ശരി ബാബാജി, എന്തായാലും വളരെ സന്തോഷം. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു ദണ്ഡെന്ന് പറയുന്നത് എന്തെങ്കിലും ജപിച്ചതുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ആശ്രമത്തിൽ നിന്ന് കാലാകാലങ്ങൾ കൊണ്ട് കൈമാറി വരുന്നതിനകത്ത് അതൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതൊക്കെ കൈമാറ്റം ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ജപിച്ച പവർ ഉണ്ടാവും, ഇതിനെ പൂജിക്കപ്പെടുന്നതാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അടയാളം എന്താ ചോദിച്ചാൽ ഈ സമ്പ്രദായത്തിലെ ഗുരുപരമ്പര അതാണ് മുക്തപ്പൻ എന്ന് പറയുന്നത്. മുക്തപ്പൻ എന്നാണ് ശരിക്കും. മുത്തപ്പൻ എന്നൊക്കെ മലയാള സമ്പ്രദായത്തിൽ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതൊക്കെ ഇതിലുണ്ട്. ഇപ്പൊ പൂണൂലിടുമ്പോൾ ഒരു നൂലല്ലല്ലോ, ജപിച്ച് ഗായത്രി ജപിച്ച നൂലാണ് അത്. അപ്പൊ അതേ അപ്പൊ പിന്നെ ഇപ്പൊ മണ്ഡലേശ്വരന്മാർ വരുമ്പോൾ ഒരു ഇതുണ്ട്, ശങ്കരാചാര്യ ഇതുണ്ട്. അത് ഈക്വൽ പ്രാധാന്യമാണ് ഇതിന് ഉള്ളത് മുത്തപ്പന്മാർക്ക്. ഇതൊക്കെ കാണണമെങ്കിൽ ചില എന്താ പറയുക കാവുകളിലും പൊതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ എപ്പോഴും
അതെ അതെ അതെ, വളരെ സന്തോഷം. അതുപോലെ നമ്മളിപ്പോൾ ഈ ഉപാസന പറഞ്ഞു വന്നപ്പോൾ, ഇപ്പോൾ ആശ്രമത്തിൽ ഉപാസന അല്ലെങ്കിൽ ഉപാസിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാരുണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും ഉപാസന എടുക്കാൻ കഴിയുമോ? ഇത് നിരന്തരം ആൾക്കാരുടെ ചോദ്യമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കാം, എല്ലാവർക്കും ഉപാസിക്കാൻ പറ്റുമോ? നമ്മളെ വിളിക്കുന്ന നിരവധി ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രീവിദ്യ ഉപാസകനാണ്, വളരെ പ്രൗഢോടുകൂടി പറയും. പക്ഷേ ശ്രീവിദ്യ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല. ചിലർ പറയും ഞാൻ ബാല ഉപാസിക്കുന്നുണ്ട്, ഞാൻ കുട്ടിച്ചാതന ഉപാസിക്കുന്നുണ്ട്, പലതും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഉപാസകനാകുന്നത്? അല്ലെങ്കിൽ ഒരു ഉപാസന പരമ്പരയിലേക്ക് വരുമ്പം നല്ലൊരു ഗുരുപദേശ പ്രകാരമല്ലേ വരേണ്ടത്? ഒന്ന് പറയാം. ഓക്കെ, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞാൽ ശരിയാണ്. ഒത്തിരി ആളെ നമ്മളും കാണാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ഓൺലൈനിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. ശരി. അപ്പോൾ നമ്മളിൽ തന്നെ ഓൺലൈനിൽ ഓൾറെഡി ക്ലാസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ അവരോടാണെങ്കിലും പറയും ഓൺലൈനൊരു പരിധിയുണ്ട്. ശരിയാ. തന്ത്രശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് വേദത്തിന് പോലും പ്രമാണം ഗ്രന്ഥങ്ങളാണ്, ഒരുപാട് അധികരിച്ച ഗ്രന്ഥങ്ങൾ. അതനുസരിച്ച് എല്ലാവരും ചെയ്തു പോകുന്നത്. തന്ത്രത്തിൽ ഗുരുവിനാണ് പ്രാധാന്യം. പ്രത്യക്ഷ ദൈവം തന്നെയാണ് ഗുരു. അപ്പോൾ എന്താ വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ ലേറ്റൊന്നും വരില്ല. എന്നാലും ഇതിൻ്റെ അനുഭവമുള്ള ഒരു പരമ്പരയുടെ ഭാഗത്യമായി കണ്ണി മുറിയാത്ത പരമ്പര വന്നില്ലെങ്കിൽ ഒരു എനർജി ഓറ എന്നൊക്കെ പറയുന്നത് നമ്മളത് പറഞ്ഞ ചില ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ സിനിമയിൽ വരില്ല. മറ്റതൊക്കെ ഉള്ളത് തന്നെയാണ്, ചൈതന്യമൊക്കെ ഉള്ളത് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ മോഡേണായിട്ട് പല ശാസ്ത്രങ്ങളും പുതുതായിട്ട് നമ്മൾ രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അതിലൊക്കെ ഈ ഓറയെക്കുറിച്ചോ അല്ലെങ്കിൽ എനർജിയെക്കുറിച്ചൊക്കെ നിരന്തരം പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ടേ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയേ പറയും. ഒന്ന് എന്താ വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിന് പരിധിയുണ്ട്. ശരി. പിന്നെ അതുപോലെ നമ്മൾ ഏതൊരു സമ്പ്രദായത്തേക്ക് വരുമ്പോഴും ഒരു സാമാന്യന ആദ്യം അതിനെക്കുറിച്ച് ധാരണ വേണം. അപ്പം നമ്മളുടെ അടുത്ത് തന്നെ ഒരാളൊരു ഉപാസനയ്ക്ക് വരികയാണെങ്കിൽ ഏതോ അവഭംഗമാണ്, ചാത്തനാവാം, നീലിയാവാം, കാളിയാവാം, ശ്രീവിദ്യ ആയിരിക്കാം. എന്ത് സമ്പ്രദായത്തേക്ക് വന്നാലും നമ്മൾ ആദ്യം പറയാം ഗുരുവൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നമ്മളൊരു ഗൈഡാവാം, എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. ആദ്യം പറയാം, നിങ്ങൾ കാലത്തൊരു 3 മണിക്ക് എണീക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ. കൃത്യമായിട്ട് 3 മണിക്ക് എണീക്കാൻ പറ്റും. അതൊരു 41 ദിവസം പറ്റുമെങ്കിൽ ഒന്ന് നിങ്ങൾ ഓക്കെയാണെന്ന് കരുതാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുളി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഓക്കെയാണ്. പിന്നെ കുറച്ച് നേരം നീക്കിങ്ങനെ ചമ്മറം പടിഞ്ഞിട്ടോ എങ്ങനെ ഒന്ന് കുറച്ച് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ഇത് വേണം. പിന്നെ നിങ്ങൾക്ക് സ്വാധ്യായം ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു പുസ്തകം തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് മുഴുവിപ്പിക്കാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ കുറച്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതാപിതാക്കളും ഗുരുജനങ്ങളും മറ്റുള്ളവരൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവർ സാമാന്യം ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റും. ഇതൊക്കെ വേണം. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഞാനോ ആരുമാകട്ടെ എന്നിൽ ദൈവത്തെ അപ്പം ഞാൻ എന്നാ പറയും, എന്നിൽ ദൈവത്തെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് പറയും, നമ്മൾ ദൈവമൊന്നുമല്ല, ദൈവമല്ലായിരുന്ന എല്ലാവരും ദൈവമാണ്. പക്ഷെ മറിച്ച് മറ്റൊരർത്ഥത്തിൽ സമൂഹം കാണാനല്ല. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ദൈവമായിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഒരു ഉപാസനയ്ക്ക് വന്നാൽ നിങ്ങളിപ്പോൾ കാളി ഉപാസിക്കണം, അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി ഉപാസിക്കണം. അതിൻ്റെ ഉപരിയാണ് ഞാനെന്ന് വയ്ക്കുക. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഗുരുവിനെ ഓൾറെഡി ശുശ്രൂഷിക്കാൻ പറ്റും. ശുശ്രൂഷിക്കാൻ 24 മണിക്കൂറും ഗുരുവിന് പാദസേവ ചെയ്യേണ്ട. എന്നാൽ പോലും മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഗുരുവിനെ ചെന്ന് കാണാൻ പറ്റും. ഗുരുവിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഗുരുവിന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയത് ശുശ്രൂഷിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനമ്മയ്ക്ക് ചോറുണ്ടാകാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഗുരു കഞ്ഞി കുടിച്ചോ ചോദിക്കാനും പറ്റും. ഇതൊക്കെ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഉപാസനയ്ക്ക് ഇറങ്ങുക. കാരണം സാധാരണഗതിയിൽ മന്ത്രം വാങ്ങും, ഉപദേശം ഇപ്പോൾ കലശാടിയിട്ടൊക്കെ ദീക്ഷയൊക്കെ പല രീതിയിലും വാങ്ങും. ഇവനെ അങ്ങോട്ട് പോകണം. എന്താ വെച്ചാൽ ഇവൻ്റെ വിചാരം ഇവൻ എന്ന് പറഞ്ഞുള്ളൂ ഇവളുമാകാം, തൊഴിലൊക്കെ തീർന്നു എന്നാ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഗംഭീര ജപവും പൂജയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരിക്കലും ഗുരുവിനെ ശ്രദ്ധിക്കില്ല. ഇവിടെ ഗുരു എന്ന് പറഞ്ഞ ആൾ നമ്മൾ തിന്നാൻ കൊടുക്കേണ്ട ആളെന്നല്ല, ഗുരുവിന് പണിക്കോട്ടും ജീവിക്കാം. ഗുരുക്കന്മാരിങ്ങനെ കിട്ടുന്നത് ശരിക്കും അവനെൻ്റെ ഫുഡിനല്ല ചിലവാക്കേണ്ടത്, ഈ ധർമ്മത്തിൽ നടത്താനാണ് ചിലവാക്കേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ സ്ഥിതി അനുസരിച്ച് എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് എന്താ വെച്ചാൽ ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊന്നും തന്ത്രശാസ്ത്രത്തിൽ മികവുണ്ടാവില്ല. ഗുരുത്വം വേണം. പിന്നെ ഈ മന്ത്രമല്ല, ഞാൻ സ്വതവേ പറയാം, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 അക്ഷരങ്ങൾ തിരിച്ചും മുറിച്ചിട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മന്ത്ര ഇതിൻ്റെ പേരോളൊക്കെ ഉണ്ടാകും, നമ്മൾ പറഞ്ഞില്ല. എന്തായാലും ശരി, 51 അക്ഷരത്തിന് പേരുണ്ട്. ഈ 51 അക്ഷരങ്ങൾ നിത്യേന ഒരു 108 ജപിച്ചാൽ മന്ത്രം ജപിച്ചതിന് തുല്യം. എല്ലാ മന്ത്രങ്ങളിലും വന്നു. അപ്പോൾ ഈ അക്ഷരങ്ങളല്ല മന്ത്രങ്ങൾ, ഇത് അനുഭവം കൂടിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഗുരുവിനോട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ ഗുരുവിൻ്റെ സംസാരത്തിലൂടെ, ജീവിതശൈലിയിലൂടെ, വഴക്കിലൂടെ, പ്രഹരത്തിലൊരു താടനം ഒക്കെ നമുക്ക് അനുഭവങ്ങളിലൂടെ കുറേ കാര്യം കിട്ടാനുണ്ട്. അത് ആർജിക്കണമെങ്കിൽ ഗുരുവിനോട് ബന്ധം വേണം. ഓൺലൈനിൽ ഇതിനൊക്കെ പരിധിയുണ്ട്. അപ്പം പിന്നെ ഏത് ഉപാസന സ്വീകരിക്കാം. സ്വതവേ നമ്മൾ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് കാളീനെ ഇഷ്ടച്ച കാളി, കൃഷ്ണ ഇഷ്ട കൃഷ്ണൻ, അത് ഉപാസിച്ചാൽ മതി. നിങ്ങൾക്ക് കുറച്ച് താല്പര്യമാണ്, നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ല,
ഒരു പരിചയം. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വൃത്തിങ്കര കേൾക്കാനൊക്കെ രസം, പക്ഷെ എല്ലാവർക്കും അറിയുണ്ടാവില്ല, ഒരു ധാരണയും ഉണ്ടാവില്ല. ഇതൊരു സിംഹരൂപമാണ്, കണ്ടു കഴിഞ്ഞാൽ ഇത് നരസിംഹമാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ സ്ത്രൈണഭാവം വരും. അപ്പം അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ധാരണയില്ലാത്ത ഒരു ദേവതയും ഉപാസിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നമുക്ക് ധാരണയുള്ള ദേവതാസങ്കല്പം ഇഷ്ടമൂർത്തിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കാം. സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ അവനാൻ ഇഷ്ടമുള്ള സമ്പ്രദായത്തിൽ തുടങ്ങുക. മറ്റെന്തുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വെറിയിടാണ്ടിരിക്കുക. ഇനി ഭാവിയിൽ എന്തേ അത് വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.